കുടുംബവാഴ്ചക്കാരായിട്ടുള്ള ആളുകൾ മണ്ഡലത്തിലെ ആവശ്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിവില്ലാത്തവരായാൽ, അവരുടെ പ്രകടനം മോശമായാൽ, ഇതല്ലേ രാഹുലിന് കിട്ടിയ പ്രിവിലേജ്? കുടുംബവാഴ്ചയെ ജനങ്ങളും ഈ കുടുംബവാഴ്ചയെ ജനങ്ങളും കോൺഗ്രസും അംഗീകരിച്ചിരിക്കുന്നു. പിന്നെ അതിൽ വേറെ ആരും ബുദ്ധിമുട്ടാണ് ഈ അവസ്ഥ. അതാണ് രാഹുൽ ഗാന്ധി. ശരി, അതായത് നോക്കൂ, കർണാടകത്തിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി, ആ മുന്നണിയാണ് BJPയുടെ ഇപ്പൊ രണ്ടുപേരുടെ സപ്പോർട്ടോടെയല്ലേ പ്രശാന്ത് നിൽക്കുന്നത്. അതിന്റെ കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണ്. എൻ ശ്രീകുമാർ പറയുന്നത് ഈ ലീഡർഷിപ്പിന്റെ കുടുംബവാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംഭവിച്ചതല്ല, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഇങ്ങോട്ടുണ്ട്. ഈ കാലത്തെ ലീഡർഷിപ്പാണ് തുടർച്ചയായി വിമർശിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് തരൂർ വളരെ ഭംഗിയായി തന്ത്രപരമായി പറഞ്ഞു വെച്ചു. ഈ ലീഡർഷിപ്പിനെ ആ നിലയിൽ അംഗീകരിച്ചതാണ് രാജ്യം എന്നൊക്കെ ശ്രീകുമാർ പറഞ്ഞു വെക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് പ്രശാന്തിന് മനസ്സിലായോ? വളരെ വളരെ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം പ്ലീസ്. ഈ നിലവിലെ നേതൃത്വം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കിയ ഒരു നേതൃത്വമാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തോ അത്ഭുതം സംഭവിച്ചു എന്നൊക്കെ ശ്രീമാറ്റം പറയുന്നത് അത് ഈ നേതൃത്വത്തിന്റെ മികവ് കൊണ്ടല്ല. അതിന് ഒരു മതനിരപേക്ഷ കൂട്ടായ്മ ഈ രാജ്യത്ത് ഉടലെടുത്തു, അവർ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇരുന്നു കൊണ്ട് BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന ശശി തരൂരിന്റെ നടപടികളെ എത്ര നാൾ ഞങ്ങൾ കാണാതിരിക്കും എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പോകാൻ പറ്റും? അതിനെപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി പറയുക? കാരണം ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും തരൂരിന്റെ വിമർശനങ്ങൾ കൂടുതൽ തുറന്നു വരികയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ അടിത്തറയെ തന്നെയാണ് തരൂർ ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം നെഹ്റു കുടുംബം ഇല്ലാതെ ഒരു കോൺഗ്രസ് ഇല്ല, അത് ശ്രീകുമാരൻ അടക്കം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ നേതൃത്വത്തെ തുറന്നു വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അടിത്തറയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തരൂർ അങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് എത്ര നാൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? മറ്റൊന്ന്, രാഷ്ട്രീയമായി മറുവശത്ത് BJP ആയുധമാക്കുകയാണ്. അത് കോൺഗ്രസിനെ ഉത്തരേന്ത്യയിൽ കൂടുതൽ ദുർബലമാക്കുന്ന സ്ഥിതിയിലേക്കും എത്തുന്നു. അങ്ങനെ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്ര നാൾ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് വരുന്നത്.